ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് കേട്ടോ. അതായത് നമ്മൾ ട്രെയിനിലാണ് ഇന്നത്തെ യാത്ര. തിരുച്ചിറപ്പള്ളി ട്രിവാൻഡ്രം ഗുരുവായൂർ എന്ന് പറഞ്ഞ 16342 എന്ന് പറഞ്ഞ ട്രെയിനിലാണ് ഞങ്ങളിന്ന് ഗുരുവായൂരിലേക്ക് യാത്ര പുറപ്പെടുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ കാണാം. ഞാനും നമ്മുടെ ഹരിയും കൂടെയാണ് ഇന്നത്തെ യാത്ര പുറപ്പെടുന്നത് ഗുരുവായൂരിലേക്ക്. ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഗുരുവായൂരിലേക്കുള്ള യാത്രയുടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 268 രൂപയാണ് കേട്ടോ, രണ്ടുപേർക്കും കൂടെ ഉള്ളത്. നമുക്ക് ഗുരുവായൂർ യാത്ര ഒന്ന് കണ്ടു നോക്കാം അല്ലേ. ഞങ്ങളുടെ പോയ ഗുരുവായൂർ എക്സ്പ്രസ് ട്രിവാൻഡ്രത്ത് നിന്ന് എടുത്തത് ഏകദേശം 5:45 ആയപ്പോഴാണ് വണ്ടി എടുത്തത്. അതിനുശേഷം അത് ഗുരുവായൂരെത്തിയത് കറക്റ്റ് 12:15 ആയപ്പോഴത്തേക്ക് ഗുരുവായൂരെത്തി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. ഗുരുവായൂരിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്ററേ ഉള്ളൂ നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. നമ്മുടെ ഗുരുവായൂർ എത്തുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഒരു ഗരുഡന്റെ പ്രതിമയാണ് കേട്ടോ. നല്ല അടിപൊളി കേട്ടോ, കാണാൻ നല്ല രസമുള്ളൊരു പ്രതിമയാണ്. നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോഴാണ് ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരകം കാണുന്നത് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് നേരെ നോക്കിയാൽ ഗുരുവായൂർ ക്ഷേത്രം കാണാൻ പറ്റും. പിന്നെ നമ്മൾ അതിലൂടെ കുറച്ചുകൂടെ മുന്നിലേക്ക് നടക്കുമ്പോൾ അതിങ്ങനെ ഒരു വിളക്ക് കാണുന്നുണ്ട് കേട്ടോ. ഒരു പഴമയുടെ പ്രതീകം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഭംഗിയുള്ളൊരു വിളക്കാണ് കേട്ടോ, ഒരു കൽവിളക്കാണത്. അവിടെ നിന്ന് നമ്മൾ നേരെ കാണുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഇരുവശത്തുമായി ഒരുപാട് കടകളുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ പല വെറൈറ്റിയിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടയുണ്ട്, ഹോട്ടലുകളുണ്ട്, അല്ലാതെ മാലകളൊക്കെ വിൽക്കുന്ന ഷോപ്പുണ്ട്, പിന്നെ പൂക്കൾ വിൽക്കുന്ന സ്ഥലമുണ്ട്. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ ആ ഗുരുവായൂരിൻ്റെ ഹാളിനകത്തേക്ക് കയറി, ആ ആർച്ചിനകത്തേക്ക് ക്ഷേത്രത്തിലേക്കുള്ള. നമ്മുടെ ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് മധുരപലഹാരങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നതിനൊരു എൻട്രൻസ് ഉണ്ട്. വീണ്ടും അവിടെ 2 കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളൊക്കെ അതിൽ വച്ചിട്ടുണ്ട്, ആ ഒരു എൻട്രൻസിൽ. പിന്നെ വീണ്ടും ഈ മധുരപലഹാരം വിൽക്കുന്ന ഷോപ്പുകൾ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് ആദ്യം കുറച്ച് ഭാഗങ്ങളിലാണ് ഗുരുവായൂർ പപ്പടം, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ്. പിന്നെ കാണാൻ കഴിയുന്നത് ഈ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ് കേട്ടോ. കൊച്ചുകുട്ടികൾക്ക് ആകർഷണമായ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പാണ്. അതിനോട് ചേർന്ന് വീണ്ടും ഈ കൃഷ്ണ വിഗ്രഹങ്ങൾ, മയിൽപ്പീലി, അങ്ങനെ കുറേ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുണ്ട്. അവിടെ നെല്ല് കൊണ്ടുള്ള അതിൻ്റെ പേരെനിക്കറിയത്തില്ല, അത് വിൽക്കുന്നൊരു ഷോപ്പുണ്ട്. എന്തുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ ഗുരുവായൂരും അതിൻ്റെ പരിസരവും എല്ലാം. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ സാരി, തുണിത്തരങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പ്. വീണ്ടും അതിൻ്റെ അടുത്ത് നമ്മൾ നോക്കുമ്പോൾ വീണ്ടും മധുര പലഹാരങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പാണ് കേട്ടോ. അവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഗുരുവായൂർ പപ്പടം, അങ്ങനെയുള്ള ഐറ്റംസാണ്. പിന്നെ അതിൻ്റെ ഹാൻഡ്ലൂം പോലെയുള്ള സാരികൾ വിൽക്കുന്ന സ്ഥലമുണ്ട്. കൃഷ്ണനും രാധയുടെയൊക്കെ പടമൊക്കെ പ്രിൻ്റ് ചെയ്ത സാരികളൊക്കെ വിൽക്കുന്നൊരു ഷോപ്പ് അതിൻ്റെ അടുത്തായിട്ടുണ്ട്. വീണ്ടും പിന്നെ നമുക്ക് കാണുന്നത് ഈ കാര്യങ്ങളാണ് കേട്ടോ. കൃഷ്ണൻ്റെ പ്രതിമകളാണ് കൂടുതലായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പൂക്കൾ, കദളിപ്പഴം, അതെല്ലാം വിൽക്കുന്നൊരു ഷോപ്പുണ്ട്. നല്ല കദളിക്കുലയൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത്. ഒരുപാട് പൂക്കളുണ്ട് ഇവിടെ, ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്.
അങ്ങനെ ഞങ്ങൾ നടന്ന് ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിനകത്തൊന്നും വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുമില്ല. പിന്നെ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ മുന്നിലേക്ക് പോകുമ്പം ഒരുപാട് ശ്രീകൃഷ്ണ ലീലകൾ വർണ്ണിക്കുന്ന നൃത്തരൂപങ്ങളുടെ അരങ്ങേറ്റം നടക്കുന്നുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് ഈ ഡാൻസ് പോലെയുള്ള കലാരൂപങ്ങളുടെ അരങ്ങേറ്റം നടക്കാറുണ്ട്. ഇത് കൃഷ്ണലീലകൾക്കനുസൃതമായ ഗാനങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇവിടെ ഈ ഡാൻസ് എല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നതാണ് കേട്ടോ, ഗുരുവായൂർ കേശവന്റെ ഒരു പ്രതിമ കാണുന്നുണ്ട്, ഒരു ഗുരുവായൂരപ്പന്റെ പ്രതിമ. ഇതെല്ലാം ഇരിക്കുന്ന ദേവസ്വം ഓഫീസിന്റെ മുന്നിലാണ് കേട്ടോ. അവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പിന്നെ മുകളിലേക്ക് പ്രവേശനമില്ല. അതായത് ഈ ഗുരുവായൂർ കേശവനും ഗുരുവായൂർ പത്മനാഭനെയൊക്കെ പ്രതിമകൾ വച്ചിരിക്കുന്ന ആ ഭാഗത്ത് മുകളിലേക്ക് ആരും കയറാൻ പാടില്ല. നമുക്ക് താഴെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. ഇതാണ് ഗുരുവായൂർ കേശവൻ. പിന്നെ നമ്മൾ കാണുന്നതാണ് ഗുരുവായൂർ പത്മനാഭൻ്റെ. മറു സൈഡിലായിട്ടാണ് ഗുരുവായൂർ പത്മനാഭൻ്റെ ഒരു സ്റ്റാച്യു വച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഗുരുവായൂർ ക്ഷേത്രക്കുളം ഉണ്ട് കേട്ടോ. വലിയൊരു ക്ഷേത്രക്കുളമാണ് ഗുരുവായൂർ ക്ഷേത്രക്കുളം. ഇതിനകത്ത് ഒരുപാട് മീനൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു കുളമാണ് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രക്കുളം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന എല്ലാവരും മമ്മിയൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തണം എന്നാണ് ഗുരുവായൂരിൽ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കും പോയി തൊഴുതു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ കുന്നത്തൂർ ആനക്കോട്ടയിലേക്കായിരുന്നു യാത്ര. ഞങ്ങളുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് കുന്നത്തൂർ ആനക്കോട്ടയും അതിൻ്റെ വിശേഷങ്ങളുമാണ്. എല്ലാവരും കാണണം ആ വീഡിയോ കേട്ടോ.